വെക്കേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ലേ. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, എന്നാൽ പോയേക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെച്ചാണ് കേട്ടോ ഇറങ്ങിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കാണ്, ആൾക്കാർ വെളിയിൽ വരെ ക്യൂ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ആ സ്ഥലമൊന്നും ഇതിൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നമ്മൾ പോയതാണ്. പക്ഷേ നമുക്ക് അവിടെ കയറാൻ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കോളേജിന് അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ കാര്യമായിട്ട് കഴിച്ചേക്കാൻ വെച്ചാൽ, എന്നുവെച്ചാൽ എക്സാമൊക്കെ നടക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല സ്ട്രെസ്സിലൊക്കെ അല്ലേ, നമുക്ക് ഫുഡ് കഴിച്ച് അവിടെ സ്ട്രെസ് റിലീഫ് നടത്താമെന്ന് വിചാരിച്ചേട്ടോ. ഒരു റിലാക്സേഷൻ. ഇനി നമുക്ക് അടുത്ത മാസം എക്സാമാണേ. അപ്പോൾ ഇനി ഒരുപാട് എന്താ പറയുക, സ്ട്രെസ്സെന്ന് തന്നെ പറയാം, അടിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഷവർമയും അതുപോലെ കുബൂസും ടിക്കിയും പിന്നെ ഷേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എനിക്ക് മഴയായാലും വെയിലായാലും എവിടെ പോയാലും എനിക്ക് ഷേക്കാണ് മസ്റ്റ്. ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെച്ച് ഇറങ്ങിയത്. അവിടെ പോകുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞതാണ്ട് ഇവിടെ ഒരാൾ ഒരുങ്ങി ചമച്ച് വന്നതാണ്. അന്നേരം ഞാൻ പറഞ്ഞ യൂണിഫോം ഇട്ട് വന്നാൽ മതിയെന്ന്, പക്ഷെ കേട്ടില്ല. ലാസ്റ്റ് എല്ലാം നടന്നു. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വന്നല്ലോ. പിന്നെ നമ്മൾ കഴിക്കാനൊക്കെ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഹോസ്റ്റലിൽ കയറാനായിട്ട് സമയമാകുന്നു കേട്ടോ. പിന്നെ അടുത്തുള്ള കടയിൽ കയറിയിട്ട് കുറച്ച് സാധനം കൂടെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി പിന്നെ ഹോസ്റ്റലിലേക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ ജീവിതത്തിലെ കുറച്ച് സന്തോഷം തരുന്ന മൂമെൻറ്റ്സ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, എപ്പോഴെങ്കിലും. ബൈ.